നമസ്കാരം. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള പോലീസ് മേധാവി RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ന്യൂനപക്ഷ സംരക്ഷകരെന്ന ഇടതുപക്ഷ നിലപാടിന്റെ മൂർച്ച കുറയ്ക്കുമെന്നാണ് ആശങ്ക. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന അച്ചുതണ്ടിൽ കേന്ദ്രീകരിച്ചാണ് CPM പ്രചാരണം ചൂടുപിടിക്കാറുള്ളത്. RSSനെയും BJPയെയും നഖശിഖാന്തം എതിർത്താണ് അതിനുള്ള കളമൊരുക്കുക. കോൺഗ്രസ് ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചെയ്യുന്നെന്ന ആരോപണവും ഒപ്പമുണ്ടാകും. ബാബറി മസ്ജിദ്, മദനിയെ സ്വീകരിക്കൽ, മുസ്ലിം വ്യക്തി നിയമ ഭേദഗതി, പൗരത്വ നിയമം തുടങ്ങി പലസ്തീൻ ഐക്യദാർഢ്യം വരെ ഇടതുപക്ഷം ഇങ്ങനെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയ പ്രചാരണ വിഷയങ്ങളാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പൗരത്വ നിയമത്തിൽ ഊന്നിയായിരുന്നു ഇടതുപക്ഷ പ്രചാരണം. ഇതിനു നൽകിയ അമിതമായ ഊന്നൽ മറ്റു വിഭാഗക്കാരുടെ വോട്ട് ലഭിക്കുന്നതിന് തടസ്സമായി എന്ന വിമർശനം പോലും തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബളയെയും റാം മാധവിനെയും ADGP കണ്ടത് പ്രതിസന്ധിയാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെ രാഷ്ട്രീയ ദൗത്യമാണ് ADGP നിർവഹിച്ചതെന്നാണ് പ്രതിപക്ഷവാദം. മറിച്ചാണെങ്കിൽ വിഷയം സ്പെഷ്യൽ ബ്രാഞ്ച് വഴി മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നതാണ് ചോദ്യം. കേന്ദ്ര ഭരണകക്ഷിയുമായി CPM രഹസ്യബന്ധം പുലർത്തുന്നുവെന്ന ആക്ഷേപം കാലങ്ങളായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ലാവ്ലിൻ കേസ് 7 വർഷമായി സുപ്രീം കോടതിയിൽ കിടക്കുന്നതും കരുവന്നൂർ ബാങ്ക് കേസ്, സ്വർണ്ണക്കടത്ത് കേസുകളിലടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലച്ചതും തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ സംശയങ്ങൾക്ക് ബലം പകരുകയാണ് ADGP RSS കൂടിക്കാഴ്ച. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയ്ക്കു കാരണം ADGP MR അജിത് കുമാറിന്റെ കടും പിടുത്തത്തോടെയുള്ള തീരുമാനങ്ങളെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ അജിത് കുമാർ ശബരിമലയിൽ അമിതാധികാരം ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ട്. മുൻകാലങ്ങളിൽ മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിൽ 1.12 ലക്ഷം തീർത്ഥാടകർ വരെ 18ാം പടി കയറിയിരുന്നു. കഴിഞ്ഞ തവണ ദിവസവും 60,000 പേരെ കയറ്റിയാൽ മതിയെന്ന് പോലീസ് ശഠിച്ചു. പിന്നീട് അത് 70,000 ആക്കിയെങ്കിലും പാളിച്ചകൾ തുടർന്നു. കാനനപാതകളിലും തടഞ്ഞുവെച്ചതോടെ തീർത്ഥാടകർ മണിക്കൂറുകളോളം നരകിച്ചു. ദിവസവും 1 ലക്ഷം പേരെയെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ ADGP സംസാരിച്ചത്. ഈ ആരോപണത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നിട്ടും പോലീസിന് വീഴ്ചയുണ്ടായില്ലെന്ന നിലപാടായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിക്ക്. ശബരിമലയിലും പമ്പയിലും ADGPയുടെ പ്രത്യേക താൽപര്യത്തിന് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. നന്ദി.